അങ്ങനത്തെ രാവിലെ ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് തുടങ്ങുകയാണ്. രാവിലെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഇറങ്ങിയാട്ടോ. ലിജിക്കുന്ന ചെക്കപ്പിനുള്ള ഡേ 3 ആഴ്ച ആയിട്ടൊന്ന് ചെക്കപ്പിന് എല്ലാം വേണ്ടി പറഞ്ഞൊരു ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഇഞ്ചക്ഷൻ അല്ല ബ്ലഡ് കുത്തിയെടുത്തു കേട്ടോ, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആശുപത്രി പോവാം. അപ്പോൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്ത് ബ്ലഡും യൂറിനൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഇനി എന്താ പ്രശ്നം വെച്ചാൽ ഇനിയിപ്പോൾ ഗുളിക കഴിക്കണമ്മ. ഗുളിക കഴിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഫുഡ് കഴിക്കാനേ. ആ ഫുഡ് കഴിച്ചിട്ട് 1.25 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ അടുത്ത രണ്ടാമത്തെ ടെസ്റ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. കാണാൻ പാടൊന്നുമില്ല, നമ്മൾ നേരെ കുട്ടിയത്തിന് പോവാ. ഡോക്ടറിനെ പോയി ഡോക്ടറെ എടുക്കാം. എന്നിട്ട് 1.25 മണിക്കൂർ. ഇപ്പം സമയം എന്തായി? ഇപ്പം 9 മണി. നമുക്ക് ഇപ്പോൾ ഗുളിക കഴിക്കാം. ഗുളിക കഴിച്ചിട്ട് അരമണിക്കൂർ കുണ്ടറ എത്തുമ്പോഴത്തേന് അവിടുത്തെ ഫുഡ് കഴിക്കുക. പിന്നെ 1.5 മണിക്കൂർ അത് അവിടെ എവിടെയെങ്കിലും കുണ്ടറ എവിടെയെങ്കിലും പോയി കിടക്കാം അല്ലേ? കയ്യാലെ തോലി പോതില്ലേ? അങ്ങനെ പോണേ. DDRCയിൽ എടുക്കാം. ഡോക്ടർക്ക് അത് വേണമെന്ന് നിർബന്ധം ഇല്ലെങ്കിൽ വേറെ എടുക്കാം. പക്ഷെ കൊട്ടയത്ത് DDRC ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് DDRC തന്നെ എടുക്കാം. ഒരേ റിസൾട്ട് കിട്ടുമല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് എന്തായാലും ഇവിടുന്ന് ഗുളിക എടുക്കാം. ഗുളിക എടുത്തിട്ട് ഞങ്ങൾ ആശുപത്രിയിൽ പോയിട്ട് കേട്ടെ. ഇന്ന് എനിക്കും ചെക്കപ്പ് ഉണ്ട് കേട്ടോ. എനിക്കും ഡോക്ടറെ കാണണം. അങ്ങനെ പരിപാടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചുറ്റുവല്ല DDRCയിൽ വന്നിരിക്കട്ടോ. അപ്പോൾ നെക്സ്റ്റ് മെഡിക്കൽ സ്റ്റോറിൽ പോയി ഗുളിക എടുക്കണം കേട്ടോ. അങ്ങനെ നമ്മളിത് ഗുളിക കഴിച്ച്. പക്ഷെ നമ്മുടെ പ്ലാനുകൾ വർക്കൗട്ടാണെന്ന് അറിയില്ല അമ്മ. അങ്ങനെ നമ്മൾ സ്ഥിരം ഇത് മേടിക്കാൻ വരുന്ന ആശ്വാസിൽ നമ്മൾ കമ്മ്യൂണിറ്റി ഫാർമസിയിൽ വന്ന് ജിജിക്കുള്ള ഡയപ്പർ വാങ്ങി ജിജിക്കുള്ള ടാബ്ലറ്റ് എടുക്കാണ്ട് അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇനി ഈ ടാബ്ലറ്റ് കഴിച്ചതിന് ശേഷം അരമണിക്കൂറായിട്ട് ഭക്ഷണം കഴിക്കണം കേട്ടോ. ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ 1.25 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം അടുത്ത ടെസ്റ്റ് ചെയ്യാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 1 മണിക്കൂറായി റിസൾട്ട് വരാൻ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം മൊത്തം ഹോസ്പിറ്റലിലാവാൻ സാധ്യതയുണ്ട് അല്ലേ? നമുക്ക് എന്തായാലും പയ്യ ഹോസ്പിറ്റലിലോട്ട് പോയാലോ? നാളെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ആശുപത്രി പോക്കല്ലേ? നാളെ നീളെ അങ്ങനെ പോകത്തില്ല കേട്ടോ. ഈ വെള്ളം എന്താ അളവ് വെച്ച് കുടിക്കാനാണോ? ഞാൻ കുടിക്കുന്നില്ല. അത് ആംബുലൻസ് പറന്ന് പോണു. അപ്പൊ നമുക്ക് നേരെ ഇനി ആശുപത്രിയിലേക്ക് ഇടാം. ഭക്ഷണം കഴിക്കാൻ കൊണ്ടുവന്നോ? ഇതെന്തോ സംഭവം? പാലുണ്ട്, ഒരു അപ്പം കൊണ്ടുവന്നിട്ട് പോകുന്ന വഴിക്ക്. ഇപ്പൊ സമയം നോക്കണം. ഇപ്പൊ സമയം എന്തായി? ഓടാത്ത വാച്ച 9:15. 9:15. ഇപ്പൊ അരമണിക്കൂർ 20 മിനിറ്റ് ഉണ്ട്. DDRCയിൽ ഇനി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ 1.25 മണിക്കൂർ മിനിമം 2. നമുക്ക് എപ്പോഴാണെന്ന് അറിയില്ല. 9:30 അടുത്ത ഫുഡ് കഴിക്കാൻ പറ്റും. 9:00 ഫുഡ് കഴിച്ചാലേ അടപ്പത്തേ 9:00 ഫുഡ് കഴിച്ചാലേ 9:00 ഫുഡ് കഴിച്ചാൽ പിന്നെ വരുന്നത് 9:30, 10:30, 10:45, 10:30, 11:30, 11:15 ഇനി അടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഫുഡ് കഴിച്ചിട്ട് 1.25 1.25 മണിക്കൂർ എന്നാ പറഞ്ഞത്. ഫുഡ് കഴിച്ചിട്ട് 9:00 ഫുഡ് കഴിച്ചാൽ 10:30, 3/4 മണിക്കൂർ എന്ന് പറഞ്ഞപ്പോൾ 10:30, 11, 11:15. 11:15 എടുക്കാൻ പറ്റുള്ളൂ. റിസൾട്ട് എടുക്കുമ്പോൾ എന്തിനാണ് ഡോക്ടറെ കാണുമ്പോൾ? രാവിലെ പോയി ടോക്കൺ എടുക്കാൻ 2 മണിക്ക് കയറാം. കുഴപ്പമില്ല. ഇന്നത്തെ വഴി അങ്ങനെ നടക്കട്ടെ. പിന്നെ നാളെയും പിന്നെ അത് ഒരു ജോലിയല്ല. വീട്ടിൽ നിന്നുള്ള കാര്യം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു സമയമാവും. അതല്ല, ഡോക്ടറെ എന്തായാലും അത്യാവശ്യമായിട്ട് കണ്ടല്ലേ. ഇതിന്റെ സംഭവങ്ങൾ എന്താണ് അറിയാലോ. ഇതിന് ഇനി എന്തെങ്കിലും വ്യത്യാസക്കുറവോ പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഫർദർ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ തുടങ്ങണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ തന്നെ പോകട്ടോ. ഇന്ന് എന്തായാലും അത് തന്നെ ചെയ്തിട്ട് വരാം. അല്ലെങ്കിൽ പോവാം നമുക്ക്. അങ്ങനെ ഞങ്ങൾ കുണ്ടറ എത്തിയേട്ടാ. ഇവിടെ പമ്പിൽ കയറി വണ്ടിക്ക് എണ്ണ അടിച്ചേട്ടാ. കുണ്ടറ എത്തി. കാഞ്ഞിരോട്ടെത്തിയില്ലേ? ഫുഡ് കഴിക്കുന്നത് അപ്പം ചമ്മന്തിയാണ് കേട്ടോ. ചമ്മന്തി നിങ്ങളുടെ അവിടേക്ക് ഇങ്ങനെ ഉണ്ടാവുമോ? ചമ്മന്തി വറുത്തത് ഇല്ലേ മാ? തേങ്ങാ ചമ്മന്തി വറുത്തത് എല്ലായിടത്തും ഉണ്ടാവും. മിക്കവാറും കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. അതാണ് കേട്ടോ. ഞാൻ വീട്ടിൽ കഴിച്ചിട്ട് വന്നോണ്ടാണ് ഇത് കഴിക്കാത്തത്. ഞാൻ പിന്നെ കഴിച്ചു. ഞാൻ കുളിച്ചപ്പോൾ ഇവിടെ നിന്ന് കഴിച്ചു.
അറിഞ്ഞില്ല. നീ കിടക്കൂലേ? ഇത് കിടക്കൂലായിരുന്നു, അതാണ് കഴിച്ചപ്പോ അറിയാഞ്ഞത്. കാറ്റിരുന്നും കഥ അവനെ നീണ്ടിയത്. തോനെ കൊണ്ടുവരത്തില്ലായിരുന്നു. നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ കൊണ്ടുവന്നുള്ളൂ. മുടിയൊക്കെ ഉണങ്ങി ഷാമ്പു ഇട്ടെൻ്റെ ക്ലിപ്പൊക്കെ അത് വേറെ വഴിക്ക് പോയമ്മ. ഒരു ഹെയർ ബാൻഡ് മേടിക്കണം കേട്ടോ ലിജിക്ക് പോകാൻ വഴിക്ക്. അല്ല ഭയങ്കര വൃത്തിയായിട്ട് കേട്ടോ. കുളിക്കാത്ത കണക്കിരിക്കും. കുളിച്ചില്ല രാവിലെ, എന്നാലും കുളിക്കാത്ത കണക്കിരിക്കുമല്ലോ അല്ലേ? പെട്ടെന്നായിക്കോട്ടെ. ഇന്നത്തെ ദിവസം നമ്മൾ ഈ വണ്ടിക്കകത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പരിപാടികൾ ചെയ്യാനുണ്ട്. വണ്ടി നമുക്ക് വീട്ടിൽ കൊണ്ട് കഴിയാം, വെറുതെ പൈസ കളയുന്നതിനല്ലേ. അപ്പോൾ 500 രൂപ വെറുതെ പോകും. വണ്ടി നമുക്ക് വീട്ടിൽ പോയിട്ട് 10 പിടിച്ച് വൈകുന്നേരം കഴിയുക. ഇനിയും കൂടെ വന്നാൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഇത് അച്ചാർ അയക്കാനുണ്ട്. 2 ബോട്ടിൽ അച്ചാർ അയക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അയച്ച് അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് സമയമാവും. 1.25 മണിക്കൂർ. ഇപ്പം ലിജി ഫുഡ് കഴിച്ചാൽ എത്ര മണിയായി? 9 ആയിട്ടുണ്ട്. ഇനി 1.25 മണിക്കൂർ. 10:30, 11, 11:15 നമ്മൾ വഴി അവിടെ ചെന്ന് ഇല്ലേ? DDRC തന്നെ എടുക്കുന്നത് നല്ലത്. ഒരെണ്ണം എടുത്തപ്പോൾ അടുത്ത് എടുക്കുന്ന അവിടെ തന്നെ എടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. മനസ്സിലായോ? കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി അടുത്ത പ്രാവശ്യം നമ്മുടെ അടുത്തുണ്ട്. അവിടെ DDRC അല്ല, സാധാ ലാബറട്ടറി. അവിടെ പോയാൽ അവിടെ എടുത്താലും മതി. ഇതേ പൈസയൊക്കെ ആവത്തുള്ളൂ. അന്നേരം പിറ്റേന്ന് പോകാം. അതിനടുത്ത ദിവസം എടുക്കുന്നതിന്റെ കാര്യം എന്താണ്? റിസൾട്ട് നമുക്ക് അങ്ങനെ എടുക്കാം. നമ്മുടെ അടുത്ത് ചെറിയൊക്കെ എടുത്ത് നമ്മളെ റിസൾട്ടിന് അവിടെ പോകണ്ടേ? എല്ലാവരും വാട്സപ്പിൽ അയച്ചു തരും. എന്നാലും ഇതവിടെ കിടക്കും, ഡേറ്റയായിട്ട് കിടന്നോളൂല്ലോ. ഏത് കാലഘട്ടത്തിൽ എടുത്ത് നോക്കിയാലും അതവിടെ കിടന്നോളൂല്ലോ. ലിജി 2021 എടുത്ത ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ DDRC എടുത്ത റിസൾട്ടുകൾ വരെ അവിടെ കിടപ്പുണ്ടല്ലോ. അതാണ് DDRCയിലൊക്കെ എടുക്കുമ്പോഴുള്ള ഗുണം. ഒരാവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. നമുക്ക് പിൻകാലത്ത് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുവാണെങ്കിൽ എടുക്കാം. അതാണ് DDRC പോലത്തെ എടുക്കുന്നത്. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. വെള്ളം എന്താ വെള്ളം എടുത്ത എന്തൊരു എന്ത് എന്തൊക്കെ ഒരുപാട് ടെസ്റ്റ് ചെയ്തു ചെയ്തല്ലേ? ക്യാൻസർ നോക്കി എനിക്ക് ക്യാൻസറാന്ന് പറഞ്ഞപ്പോ അപ്പൊ എനിക്ക് വിഷമം തോന്നില്ലേ? ഇപ്പൊ എനിക്ക് വിഷമം തോന്നുന്നു. അന്ന് എങ്ങനെയോ ആദ്യത്തിന് അപ്പോ മതിയായിരുന്നു. അതും എനിക്ക് ബോധം വന്നപ്പോഴാ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ലിജി ഇത് ഫുഡൊക്കെ കഴിക്കും. ഞാനിത് ഒട്ടിച്ചെടുക്കട്ടെ അച്ചാർ. അല്ലെങ്കിൽ നമുക്കൊന്ന് അച്ചാർ കൊടുക്കാൻ പോവാം. അപ്പോൾ അവിടെ പോലും കുറച്ച് സമയം പോകും. അങ്ങനെ കുറച്ച് സമയം എടുത്തെടുത്ത് നമ്മൾ അങ്ങനെ എല്ലുമ്പോഴത്തേന് മിക്കാറും 11 കാലമാവും. പിന്നെ നേരെ ഡോക്ടറെ ടോക്കൺ എടുത്താൽ കണ്ട അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും റിസൾട്ട് വരും അല്ലേ? ടോക്കൺ എടുത്തിരിക്കുമ്പോൾ റിസൾട്ട് എത്തും. 12 മണിക്കും 10 വരെ എത്തില്ലേ റിസൾട്ട്? 1 മണിക്കൂറാകും മതിയായിരിക്കുമല്ലോ. അതെ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ അച്ചാർ കൊറിയർ അയച്ചു. പിന്നെ അടുത്ത DDRCയിൽ വന്ന കേട്ടോ. അച്ചാർ കൊറിയറൊക്കെ അയച്ച് നമ്മുടെ ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ അവിടെ എത്തിയപ്പോൾ ഏകദേശം 11:15 കഴിഞ്ഞപ്പോൾ 11:30 കേട്ടോ. നമ്മൾ 11:10 ഇവിടെ എത്തിയ കേട്ടോ. ഇവിടെ ഭയങ്കര തിരക്ക് DDRCയിൽ. അവരകത്തുള്ളവരെയൊക്കെ ബ്ലഡ് എടുത്തോണ്ടിരിക്കുക. നമ്മൾ പുറത്തുള്ളവർ ഇതുവരെ പരിഗണിച്ചിട്ടില്ല. അവർ അല്ലേ ലിജി? ഒരുപാട് നേരം അല്ലേ? പക്ഷെ അബദ്ധം പറ്റിയ എന്താ വെച്ചാൽ ഡോക്ടറെ കാണാൻ പറ്റത്തില്ല. ഒടിഞ്ഞ വെയിൽ കേട്ടോ പുറത്ത്.
ഡോക്ടറെ കാണാൻ പറ്റും. 2:30-3 മണി വരെയൊക്കെ ഡോക്ടർ ഉണ്ട്. കാണാൻ പറ്റും. ഇച്ചിരി താമസിക്കും, അത്രേ ഉള്ളൂ. അത് പ്രശ്നമില്ല. എന്തായാലും ഇത് ഡോക്ടറെ കണ്ടിട്ടേ പോകുള്ളൂ. ഇതിന് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്ത റിസൾട്ട് ഇല്ലേ, അത് കിട്ടാൻ 1.5 മണിക്കൂർ എടുക്കും. അതാണ് പാട്. എന്തായാലും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യല്ലേ. DDRCയിലാട്ടോ നമ്മൾ വന്നേ. ഇനി നമ്മളെ ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള രുചിയുടെ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ എനിക്ക് ചെക്കപ്പിന് കയറണം. ഞാൻ ഇനി കയറുന്നില്ല. അതിന് ഇനി 400 രൂപ വെറുതെ മുടക്കണം. അതങ്ങനെ പിന്നെ മുടക്കണം. ചെക്കപ്പ് ചെയ്തിട്ടില്ലേ 400? അല്ല, അങ്ങനെ ഹോസ്പിറ്റലിൽ കയറി ഡോക്ടറെ കണ്ട് മെഡിസിനൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. വരുന്ന വഴിക്ക് നല്ലൊരു നാടൻ ഊണ് കഴിക്കുന്നിടത്ത് കയറി കിട്ടുന്നിടത്ത് ഊണ് കഴിച്ചിട്ടോ. അപ്പം രുചിക്ക് ഫുഡൊക്കെ കഴിച്ച് വണ്ടിയിലിരുത്തി കേട്ടോ. ആദ്യമേ രുചിക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് വണ്ടിയിലിരുത്തിയതിന് ശേഷമാണ് ഞാനും അമ്മയോടെ കഴിക്കാൻ വേണ്ടി പോരുന്നത്. അപ്പം ഈ ഊണ് കാണിച്ചെന്ന് വെച്ചാൽ ഇലയിലങ്ങനെ മിക്കടുത്ത് ഇലയിലെ ഊണെങ്കിലേ ഇതൊരു വെറൈറ്റി ഊണാണ് കേട്ടോ. സാധാരണ കിട്ടുന്നതിലേക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മ അവിടെ നിന്ന് ഊണ് കഴിച്ചിട്ടോ. അടിപൊളി ഊണായിരുന്നു. കൂടുതൽ ടേസ്റ്റ് ഒന്നും പറയാനില്ലെങ്കിലും വളരെ എന്താ പറഞ്ഞാൽ വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കറിക്കൊക്കെ നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചിരുന്നത്. അപ്പം എന്തായാലും വീട്ടിൽ ഇരുന്നപ്പോൾ കാണിച്ചേക്കാൻ തരുതി. പിന്നെ വീട്ടിൽ പോയിട്ട് അടുത്ത ജോലികളുണ്ട്, പിന്നെ കാണാം. ഇന്നത്തെ അച്ചാറിൻ്റെ പരിപാടികൾ കഴിഞ്ഞപ്പോൾ ഒരുപാട് ലേറ്റ് കേട്ടോ. ഇന്ന് മൊത്തം ഓരോ പരിപാടികളായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അല്ലേ. പലതരം അച്ചാറുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഓണം പ്രമാണിച്ച് എന്തായാലും നമുക്ക് അച്ചാറിൻ്റെ ഓർഡറുകൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ ടൈപ്പായിട്ട് അച്ചാറുകൾ ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നല്ല പരിപാടി. നമ്മളിന്നൊരു മീൻകറി വെക്കാൻ പോട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു അച്ചാർ അയക്കാൻ പോയിട്ട് വന്നേ. കുറച്ച് ലേറ്റായി വന്നപ്പോൾ കേട്ടോ. അച്ചാർ ചേർക്കും. അപ്പോൾ വന്നപ്പോൾ കുറച്ച് മീൻ വാങ്ങിയിട്ട് വന്ന് ഇന്നലെയായിട്ട് 2 ദിവസമായിട്ട് മീൻ വാങ്ങിയില്ല നമുക്ക് കറിയൊക്കെയായിട്ട്. ഇന്നലെ നമ്മൾ കൊഞ്ചച്ചാർ ഇടാൻ വേണ്ടിയിട്ട് കൊഞ്ച് മേടിച്ചിട്ടുണ്ടാകും. പക്ഷെ നമുക്ക് മീനൊന്നും എടുത്തിട്ടുണ്ട്. ആ ഫുള്ള് കൊഞ്ച് അച്ചാറിട്ടേക്കോ. അപ്പോൾ നമ്മൾ ഇന്നൊരു മീൻകറി വെക്കാൻ പോട്ടെ. ഞാൻ വെക്കാൻ പോകുന്നത്. അമ്മ ടയേർഡായിട്ട് നമ്മൾ കുളിക്കാൻ വേണ്ടി പോവാം. ജിക്കോച്ചോട്ട് ഇരിപ്പുണ്ട്. എന്താ പറയുന്നത് കേട്ടോ. എന്തോ ചായ കിട്ടിയില്ലേ? ആ ചായ ഞാൻ കുടിച്ചു. നീ കിടക്കാൻ പോയില്ലേ? അപ്പം ആ ചായ ഞാൻ കുടിച്ചു. അപ്പം ഇന്നിപ്പോൾ വെള്ളം കുടിക്കും. നാളെ മേടിക്കാം, കുഴപ്പമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി പോയിട്ടോ. പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, കുറച്ച് ഡ്രസ്സ് ലിജിക്ക് കിട്ടിയിട്ടുണ്ടായിട്ടോ. സ്നാപ്ഡീൽ എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതല്ലേ വേണം. അപ്പോൾ ഇന്ന് എൻ്റെ ഫുൾ റെസിപ്പിയിലുള്ള കറി കേട്ടോ. നമ്മുടെ ഇന്ന് വീഡിയോ കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടി വേറെ സംഭവങ്ങളൊന്നുമില്ല. ഫുള്ള് അരിയൊക്കെ പിടിയൊക്കെ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇന്നൊരു മീൻ കറി വെക്കുന്നത് കാണിക്കാൻ കരുതി. എൻ്റെ മീൻ കറിക്ക് അത്യാവശ്യം എണ്ണയൊക്കെ ഉണ്ടാവും കേട്ടോ. എന്തുവാ തുണി കഴുകിയത് കണ്ടോന്ന് അച്ഛൻ കിടക്കുന്ന കൊണ്ടിട്ടില്ല നമ്മുടെ വരി. വെളുത്തുള്ളി സാധനങ്ങളെല്ലാം അരിഞ്ഞിട്ടില്ല. ഇഞ്ചിയൊക്കെ അരിഞ്ഞുണ്ടല്ലോ. ഉലുവ എന്തേ പൊടിയുണ്ട്. അതിൻ്റെ അടിവസാനം ഇട്ടാലോ. അപ്പോൾ ഇതാണ് കേരച്ചൂരുടെ മീറ്റാണ് കേട്ടോ. ഇതിപ്പോൾ ലാഭത്തിന് കട അടയ്ക്കാൻ വേണ്ടി ലാഭത്തിന് നമുക്ക് കിട്ടി. അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് മേടിച്ചിട്ട് പോയത്. എണ്ണ ചൂടാവുന്നതിന് ബാക്കി സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. പെട്ടെന്ന് മീൻകറി ഇങ്ങനെ ചോറിക്കണം. ഉച്ചയ്ക്ക് മീൻകറി ഒന്നും ഇല്ലാതെ ഒരു മീൻകറി അല്ല, ഇന്നലെ കൊഞ്ചിൻ്റെ തലേവെച്ചിട്ട് കറി ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമുക്ക് എണ്ണ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു സിമ്പിൾ മെത്തേഡ് മീൻ കറി. സിമ്പിളല്ല, എന്നാലേ ചോറ് കഴിക്കാനൊരു സുഖമുള്ളൂ കേട്ടോ. എന്തോടേ ഞാൻ മീൻകറി വെക്കുന്നത്? ഇന്ന് വന്നോ? ബാ. ഇന്ന് എനിക്ക് എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം ഞങ്ങൾ ഫുൾ തിരക്കിലായി. ഇപ്പം എന്തോട്ടി കറിയോ? എന്തിനാ? മില്ലറ്റിൻ്റെ കൂടെ കഴിക്കാനെന്നോ? എനിക്ക് മില്ലറ്റാണ് കേട്ടോ രാത്രി കഴിക്കുന്നത്. മില്ലറ്റിൻ്റെ കൂടെ മീൻ കറി കഴിക്കുന്ന കയറി അടുപ്പിലോട്ട് കയറി ഇങ്ങോട്ട്. വെളുത്തുള്ളി ഒന്ന് വാടി വരണം. അത്ര സംഭവങ്ങളേ ഉള്ളൂ ബാക്കി കേട്ടോ. ഭയങ്കര ചൂട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓ രാത്രി കിടക്കാൻ വയ്യ, അമ്മാതിരി ചൂട് ഇല്ലേ?
ഭയങ്കര ചൂട്, രക്ഷയില്ല. ഗ്യാസ് തീർന്നാണോ? തീർന്നില്ല. നമ്മൾ ഈ തടിയുടെ സാധനം ഇല്ലാത്തിട്ട് ചിലപ്പോൾ ഇതോടെ വെന്ത് വരും കേട്ടോ. തടിയും കൂടെ അച്ചാറൊക്കെ ഇട്ട് തീർന്നാ മതി. ഇരിക്കണോ? അച്ചാറൊക്കെ ഇട്ട് ഗ്യാസ് തീർന്നെന്നുള്ളതാണ് ചോദിച്ചു വെച്ചേ. തീർന്നില്ല, ബാധ്യത തീർന്നില്ല, പക്ഷെ ഉടനെ തീരും. 2 ദിവസത്തിന് ഗ്യാസ് തീരും. അത് മതിക്കില്ല. ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ മീൻ മുളകിട്ട കറി കേട്ടോ. അല്ല, നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിലെ കുറ്റിയെടുക്കേണ്ടി വരും അല്ലേ? അച്ഛൻ പോയോ? 8 സാധനം തിരിച്ച് അതിനകത്ത് വെച്ച് തിരിച്ചെടുത്ത് തിരിച്ച് വെച്ച് തീ കുറച്ച് കുറക്കട്ടെ. ഉണ്ടോ? റെഡി? നീതാറായില്ല. പെട്ടെന്ന് കറി വെക്കണം, പെട്ടെന്ന് കഴിക്കണം. അമ്മ ഈ ലിജിയുടെ മില്ലറ്റ് കൂടെ ഉപയോഗിച്ചാലോ ഈ അടുപ്പിലോട്ട്? അപ്പോൾ അതേ നമ്മൾ ഇത്രയും കഷ്ണം പുളിയും കൂടി ഇടാൻ കേട്ടോ. അതെ, അതുകൂടെ പുളിയും കൂടി അതിൻ്റെ കൂടെ കിടന്ന് വെന്ത് കഴിഞ്ഞാൽ നല്ല. നമുക്ക് വെള്ളത്തിലിട്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ സിമ്പിളാണ് പറഞ്ഞത്, പെട്ടെന്ന് നമുക്ക് സാധനം കിട്ടി കഴിക്കണം. അതാണ് മെയിനായിട്ടുള്ള ഒരു ഇടപാട്. തക്കാളിയൊക്കെ ഒന്ന് മിക്സ് കുഴയാൻ വേണ്ടിയിട്ട് ഞാനിട്ട് ഇളക്കുന്നത് കേട്ടോ. തക്കാളി ഒന്ന് ഉടഞ്ഞ് കുഴയുമ്പോൾ നമുക്കിതിൻ്റെ തോലുണ്ടല്ലോ, നല്ല ഈ കിടക്ക തോലുണ്ടോ, അത് നമുക്ക് ഇങ്ങനെ മാറ്റി ഇങ്ങനെ എടുക്കാൻ തോന്നുന്നുണ്ട. തോലിനെ നമുക്ക് ഇതാണെങ്കിൽ കറക്കി എടുത്തിട്ട് കളയാം. ഇങ്ങനെയായിട്ട് ഉടയ്ക്കണം. തോല് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഈ തോലിൻ്റെ അസുഖമൊക്കെ ഉണ്ടായിട്ട് തക്കാളിയുടെ തോല് കളഞ്ഞാൽ അത്രയും നല്ലത് കേട്ടോ. പ്ലാസ്റ്റിക് പോലെ എടുക്കണം കേട്ടോ. അതായത് ഇത്രയും ചൂടിനകത്ത് പോലെ അത് വേവുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ നമ്മുടെ അരപ്പ് സെറ്റായി കേട്ടോ. ഇത് കേട്ടോ, നമ്മൾ അരപ്പിങ്ങനെ മുളക് പൊടി സാധനങ്ങളെല്ലാം വെള്ളത്തിലിങ്ങനെ കുഴച്ചിട്ടില്ല. നമ്മൾ തന്നെ അങ്ങനെ വളരെ സിമ്പിളായിട്ട് കേട്ടോ. അപ്പം പെട്ടെന്ന് ഇതാവുകയും ചെയ്യും. ഇത് നല്ലൊരു ഫ്ലേവർ ടേസ്റ്റ് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്താൽ. പെട്ടെന്ന് മുളക് പൊടി കരിഞ്ഞു പോകത്തില്ല, അതാണ് പ്രത്യേക ഇത്. ഏമാ വെള്ളം വെച്ചോ കട്ടിയാണ്. നമ്മളെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ മീൻകറി ഏകദേശം റെഡി ആയിട്ടോ. അതായത് അലുവയൊക്കെ വരുന്ന കണക്ക് എണ്ണ ഇതിനകത്ത് വിട്ട് നമ്മളിങ്ങനെ ആക്കുമ്പം ഇവിടെ എങ്ങും ഇങ്ങനെ പാടുണ്ടാവില്ല. അതേ കണക്ക് ഇളകി വരണം. അപ്പം നമ്മുടെ അരപ്പ് വെന്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. മുളക് കറിയാണ് കേട്ടോ, മുളക് കറിയാണ്. മുളകായിരിക്കും ഫുള്ള്. ഇത് കശ്മീരി ചില്ലി കൂടെ മിക്സ് ആയതുകൊണ്ട് അതിൻ്റെ എരിവൊന്നും ഉണ്ടാവില്ല വലുതായിട്ട്. മുളക് കറി കഴിക്കാൻ വേണ്ടി ആൾ വന്നിരിപ്പുണ്ട് കേട്ടോ. ഉറക്കം ഒക്കെ വരുന്നുണ്ട് ചെറുതായിട്ട്. ഉറക്കം വരുന്നത് രാത്രിയാകുമ്പം ഇങ്ങനെയാണല്ലേ, ഓട്ടോമാറ്റിക് അങ്ങനെ ആവില്ലേ? പണിയൊന്നും ഇല്ലല്ലോ.
ആ അതെ, 5 മണിക്ക് വരും. ചുമ്മാ ഇരിക്കാൻ കൊണ്ട് രാത്രി ആകുമ്പോൾ ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ മുളക് പൊടി കൂടി ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ചട്ടി നിറയാക്കി. കാരണം എല്ലായിടത്തും ഒരുപോലെ ചൂട് കിട്ടണം. ഞാനത് ഇങ്ങനെ ഇളക്കുന്നത്. കിടക്കട്ട് ഇളക്കി കൊടുക്കുക. അതുകൊണ്ട് പാകം കരിഞ്ഞു പോകാൻ പറ്റത്തില്ല, എനിക്ക് ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നു. നമ്മൾ കുളിക്കട്ടോ, ഇന്ന് മൊത്തം പണിയായിരുന്നു കേട്ടോ. അച്ചാറിടിയിലും പരിപാടികളൊക്കെ ആയിരുന്നു. ആ അപ്പോൾ നമ്മുടെ അരപ്പത് ഇങ്ങനെ ഇളകി വരും കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ അരപ്പ് ഏകദേശം റെഡിയാവും. കുറച്ചുകൂടെ ഒന്ന് ഇതുണ്ടാവാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം, പിന്നെ മീൻ ഇട്ട് കൊടുക്കാം. അത്രയും പരിപാടിയുള്ളൂ നമ്മുടെ മീൻ കറിക്ക്. വളരെ സിമ്പിൾ മീൻ കറി കേട്ടോ, എന്നാൽ വളരെ ടേസ്റ്റി ആയിരിക്കും, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ മീൻ ഇട്ടത് ജസ്റ്റ് ഒന്ന് ഇളക്കും കേട്ടോ. ഇങ്ങനെ എന്ത് ഉടയുന്നതിന് മുന്നേ നല്ല രീതിയിൽ ഇളക്കി അരപ്പുമായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം ആവിയിൽ വേവിക്കാൻ പോണേ. ഞാൻ പറയാം, ഈ കറി ഭയങ്കര വെറൈറ്റി ആയിരിക്കും കേട്ടോ. കയറി ചുര കേട്ടോ. ഇത് കണ്ടിട്ട് നല്ലോണം വീട്ടിൽ പാചകം ചെയ്യുന്നവരൊക്കെ ഇത് കണ്ടിട്ട് എനിക്കറിയാം. നിങ്ങൾക്കിത് കാണുമ്പം ഇവൻ എന്താണ് കാണിക്കാൻ നിങ്ങൾക്ക് ഡൗട്ട് തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് അടിപൊളിയായിരിക്കും. ഇപ്പം അത് മിക്സായി അരപ്പിനകത്ത് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ ചെറുതായിട്ട് നടച്ചു വെക്കാം. ചെറുതായിട്ട് നടച്ചിട്ട് ഈ അരപ്പിനകത്ത് ജസ്റ്റ് ഒന്ന് അവനൊന്ന് സെറ്റ് എടുക്കട്ടെ. അപ്പോഴത്തേനും നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം സൈഡിൽ കൂടെ ഒക്കെ. എന്ന് വെച്ചാൽ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഇളക്കിയെടുത്ത്. ഏതുവണ്ടി ആരാ? നമ്മുടെയോ? ആരാ? അത് ബാറ്ററി ഊരിക്കൊണ്ട് ഞാൻ കൊടുത്ത്. ബാറ്ററി ചാർജ് ചെയ്തതാണ്. അപ്പം അവർ രാവിലെ കണ്ട് പോയി, അവരെ കൊണ്ടുവിടാനായിട്ട് നമ്മൾ ഇനി അരപ്പും ഇതും എല്ലാം കൂടെ ഒരുമിച്ച് കിടന്ന് കറി വെന്ത് കേട്ടെ. നമ്മൾ കുറച്ച് കറിവേപ്പിനും കൂടി ഇടാം. ഞാൻ പറഞ്ഞില്ലേ, വെറൈറ്റി കറി ആയിരിക്കും, വെറൈറ്റി. അപ്പോൾ നമുക്കത് ഈ കറിവേപ്പിനും കൂടി ഇങ്ങനെ ഒന്ന് ഇട്ടിട്ട് കറി കൂടെ അടച്ചു വെക്കാം. ഇത് വേവട്ടെ. നല്ലത് മീനൊക്കെ വെന്ത് വന്നാൽ നമ്മുടെ കറി റെഡി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് കറി റെഡി ആയിട്ട് കേട്ടോ. ഇതിടയ്ക്ക് ഉപ്പിടാനൊക്കെ ഇടയ്ക്ക് സമയം വീടെടുക്കാൻ വല്ല കുളിക്കാൻ പോയേക്കായിരുന്നു. അപ്പോൾ നമ്മൾ സിമ്പിൾ അത് അമ്മ വെളുത്തുള്ളി അച്ചാറോ? വെളുത്തുള്ളി അച്ചാർ നമ്മുടെ നല്ല ഗ്രേവി മീൻ കരുതേ. മൊബൈലിൽ വേറെ കളർ കാണുന്നുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് നല്ല രുചിയായി. മില്ലറ്റ് കഴിക്കുന്ന ആള് ഇച്ചിരി ചോറ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. കൊടുത്തേക്കാം. ചോറ് വേണം, മീൻ മതിയോ? കറി എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? സൂപ്പറാണോ? പിന്നെ അല്ല എന്തുവാ അരി വെന്തില്ലാന്ന് തോന്നുന്നു കേട്ടോ. അരി ഇങ്ങനെയാണോ അമ്മ? അമ്മ എങ്ങനെ പറയാൻ എനിക്കറിയാം. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം. ചോറ് ഇത് ചോറാണോ? വേണ്ട. സൂപ്പർ അല്ലേ? സൂപ്പർ. ഊണകത്ത് പോയി ഇച്ചിരി മില്ലറ്റ് ഇരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ചോറ് കഴിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ.